പ്രിയപ്പെട്ടവര്, SSF കേരള നടത്തുന്ന സെൻസോറിയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ച കിതാബുകളുടെ ലഘു പരിചയത്തിലൂടെയാണ് നമ്മൾ ഒന്ന് കണ്ണോടിക്കുന്നത്. കേരളീയ പണ്ഡിതന്മാരുടെ നിരവധി രചനകളിൽ വളരെ ചുരുക്കം ചില രചനകളിലൂടെ ഉള്ള ഒരു എത്തിനോട്ടം, ചെറിയൊരു ലഘു പരിചയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫത്ഹുസ് സമദ് ഫി മഅരിഫത്തി ഖൈരിൽ അമദ് എന്ന് പറയുന്ന ഗ്രന്ഥം മഹാനായ ഷെയ്ഖ് മുഹമ്മദ് നൂഹ് കണ്ണ് മുസ്ലിയാർ നമ്മളുടെ കേരളത്തിലെ വഹാബി വിരുദ്ധ പണ്ഡിതരുടെ ഇടപെടലുകളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ, അതുപോലെ പതിയാരകത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നതായി കാണാം. അതേസമയം വല്ലാതെയൊന്നും കേരളീയ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു പേരാണ് മഹാനായ മുഹമ്മദ് നൂഹ് കണ്ണ് മുസ്ലിയാരും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയായ ഫത്ഹുസ് സമദ് ഫി മഅരിഫത്തി ഖൈരിൽ അമദ് എന്ന് പറയുന്ന ഗ്രന്ഥവും. വഹാബിസം കേരളത്തിൽ 1920-കളിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത് വളരെയധികം പ്രസിദ്ധമായി കേരളത്തിൽ മദ്രസകളിലൊക്കെ പഠിക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെടുകയും ചെയ്ത ഗ്രന്ഥമാണ്. ഇതിൽ പ്രത്യേകമായി ഷാഫിഈ ഫിഖ്ഹും അതുപോലെ തന്നെ ഈമാൻ കാര്യവും അഖീദയും തുടങ്ങി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും പഠനാർഹമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ്. കേരളത്തിലെ ആദ്യകാല ഉലമാക്കളായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അദ്കിയ, അതുപോലെ തന്നെ അവരുടെ മകനായ അബ്ദുൽ അസീസ് എന്നവരുടെ മസ്ലക്ക് എന്ന് പറയുന്ന ഗ്രന്ഥം, കോഴിക്കോട് ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ കെൻസുൽ ബറാഹീനുൽ കസ്ബിയ, ഉമർ ഖാലുൽ ബിലൻകൂത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ കിതാബുദ് ദബ്ഹ്, നഫായിസ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് പൂർവ്വകാല സുന്നി ഉലമാക്കളുടെ പാരമ്പര്യത്തിൽ തന്നെ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഫത്ഹുസ് സമദ് ഫി മഅരിഫത്തി ഖൈരിൽ അമദ് എന്ന് പറയുന്ന ഗ്രന്ഥം. വഹാബിസത്തിന്റെ ഒരുപാട് വാദങ്ങളെ, വികലമായ വാദങ്ങളെ ചോദ്യം ചെയ്യുകയും അതിനെതിരെ ശക്തമായി വാദങ്ങൾ, അഹ്ലുസുന്നയുടെ വാദങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഫത്ഹുസ് സമദ്. മുത്തഅല്ലിമുകൾക്കും മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ അവലംബിക്കാൻ കഴിയുന്ന ഒരു ഹ്രസ്വ ഗ്രന്ഥമാണ് ഫത്ഹുസ് സമദ്. കേരളത്തിലെ പ്രശസ്ത സിദ്ദീഖി കുടുംബ പണ്ഡിത പരമ്പരയിലെ അറിയപ്പെട്ട കുടുംബമാണ് ഇ കെ കുടുംബം, എഴുത്തച്ഛൻ കണ്ടി കുടുംബം. ആ കുടുംബത്തിലെ ഇ കെ ഉമർ ഹാജി കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനും കേരളത്തിലെ ഖാദിരിയ ത്വരീഖത്തിന്റെ പ്രധാന സാധകരിലും പ്രചാരകരിലും പെട്ട മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ എഴുതിയ അവരുടെ ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ദീവാനു മുഹമ്മദ് ദാരിമി അൽ ഖാദിരി എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിൽ ഒരുപാട് പ്രവാചക പ്രകീർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രചനകളായ പ്രവാചക പ്രകീർത്തനങ്ങളും അതുപോലെ തന്നെ സവിശേഷമായ സ്വലാത്തുകളും ബദരീങ്ങളും ഉഹദ് ശുഹദാക്കളും അടക്കം ഒരുപാട് ശുഹദാക്കളുടെയും സൂഫി മഹാന്മാരുടെയും ബാലവി, ഖാദിരി, നഖ്ശബന്ദി, സുഹ്റവർദി ത്വരീഖത്തുകളുടെ മശായിഖുമാരുടെയും എല്ലാം പേരിലുള്ള അവരുടെ പരമ്പരകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ പേരിലുമുള്ള തവസ്സുൽ, ഇസ്തിഗാസകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ വളരെ വിശിഷ്ടമായ ഒരു കവിതാ സമാഹാരമാണ്. ഏതൊരു സുന്നിയായ കേരളത്തിലെ ഏതൊരു മുസ്ലിമിനും വളരെയധികം അവരുടെ വീടുകളിൽ സൂക്ഷിക്കേണ്ടതായ ഒരു ഗ്രന്ഥമാണ്. നമ്മൾ പലപ്പോഴും സൂക്ഷിക്കാതെ പോയ, നമ്മളിൽ നിന്ന് തന്നെ ഇപ്പോൾ മറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹീദ്ദീൻ മാലയുടെ അറബി അടക്കം മഹാനവർകൾ ഈ ദീവാനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഉലമാഇന്റെ രചനാരംഗത്തെ പാരമ്പര്യമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ വിളിച്ചോതുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുപരമ്പരയിലൊക്കെ കടന്നു വരുന്ന വളരെ പ്രധാനിയായ ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദ്, അവരുടെ റിസാലത്തു തംബീഹ് ഏറെ പ്രാധാന്യമുള്ള, വിദേശങ്ങളിലടക്കം അവലംബമാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. 2 വാള്യങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്രപരമായ ഇസ്തിലാഹുകളും വിശദീകരിക്കുകയും രണ്ടാമത്തെ ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജിൻ്റെ ശറഹുൽ മിൻഹാജിൽ കൊണ്ടുവന്ന അയിമ്മത്തിൻ്റെയും അതിൻ്റെ പുറമെ ഏതാനും ചില ഇമാമുമാരുടെയും ചരിത്രവും ഉൾപ്പെടുത്തിയതാണ് 2 വാള്യങ്ങളിലായി ബീരാൻകുട്ടി ഉസ്താദ് രചിച്ച ഈ ഗ്രന്ഥം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് ഖിദ്മത്തുൽ ഫുഖഹാ എന്ന ഈ ഗ്രന്ഥം. ഷാഫിഈ നമ്മുടെ കർമ്മശാസ്ത്രത്തിലെ പണ്ഡിതന്മാരെക്കുറിച്ചും വിവിധ രചനകളെക്കുറിച്ചും അതുപോലെ നമ്മുടെ സിൽസില, നമ്മുടെ ഗുരു പരമ്പര, അതിനെക്കുറിച്ചൊക്കെ നല്ല ചർച്ചയുള്ള വളരെ ഗഹനമായൊരു പഠനമാണിത്. കുറ്റൂരിലെ നമ്മളെ കമ്മുണ്ണി മുസ്ലിയാരുടെ വലിയുല്ലാഹി കമ്മുണ്ണി മുസ്ലിയാരുടെ പേരക്കുട്ടിയാണ് ഇതിൻ്റെ രചന നടത്തിയിട്ടുള്ളത്. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ, അതുപോലെ കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ രചിച്ച ഫതുഹുൽ ഖയ്യൂം എന്ന് പറയുന്ന ദർസുകളിലൊക്കെ ഓതുന്ന, പഴയകാലത്ത് പ്രത്യേകിച്ചും വളരെ പ്രസക്തി നൽകപ്പെട്ട് ദർസുകളിൽ ഓതിയിരുന്ന ഫതുഹുൽ ഖയ്യൂമിൻ്റെ ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാർ രചിച്ചതാണ്.
ദഖായിഖുൽ ഫഹൂം. ഇതിൽ പല ഗ്രന്ഥങ്ങളും ഇപ്പോൾ വിദേശങ്ങളിൽ നിന്നടക്കം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റു ചിലതൊക്കെ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും പലതും നമ്മൾ കണ്ടെടുക്കേണ്ടതുണ്ട്. കണ്ടെടുത്ത പലതും തന്നെ പ്രസിദ്ധീകരിച്ച് അത് ടൈപ്പ് ചെയ്ത് നല്ല തഹ്കീക്ക് ചെയ്ത് പുറത്തിറങ്ങേണ്ടതുണ്ട്. അതുപോലെ നേരത്തെ പുറത്തിറങ്ങിയത് അതിൻ്റെ റിവൈസ്ഡായി പരിഷ്കരിച്ച പതിപ്പുകൾ വരേണ്ടതുണ്ട്. ഉമർ ഖാദി തങ്ങളുടെ അറവുമായി ബന്ധപ്പെട്ട വിവിധ രചനകൾ, അതിൻ്റെ നിസ്ബയെക്കുറിച്ചുള്ള ചർച്ചകൾ, അത് ഒരു രചനയാണോ 2 രചനയാണോ, അങ്ങനെ പല ചർച്ചകളും കൂടുതലായി രംഗത്ത് വരണം. അങ്ങനെ പല രചനകളെക്കുറിച്ചും അൽഹംദുലില്ലാഹ് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അഹ്കാമിൻ നിക്കാഹിനെ കുറിച്ച്, അതുപോലെ അതിന് മഹാനവർകൾ തന്നെ രചിച്ച മൻഹജുൽ വാളിഹിനെ കുറിച്ച്, അതേപോലെ ഇപ്പോൾ ഈ അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട അതിൻ്റെ വിദേശത്ത് നിന്ന് എഴുതപ്പെട്ട ഫുത്തൂഹുൽ ഫത്താഹ് എന്ന അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ലഘു വിവരണം ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ അതിനെക്കുറിച്ച് സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ പഠനങ്ങളാണ് ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഈ കർമ്മശാസ്ത്രത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നായ ഇമാം ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഹ്ഫത്തുൽ മുഹ്താജ്, ആ തുഹ്ഫത്തുൽ മുഹ്താജിലെ നിക്കാഹിന്റെയും തലാഖിന്റെയൊക്കെ അധ്യായങ്ങളെ പദ്യവൽക്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച വളരെ വ്യാഖ്യാതമായ ഒരു കർമ്മശാസ്ത്ര കാവ്യമാണ് മഖാസിദുൻ നിക്കാഹ്. ആ മഖാസിദുൻ നിക്കാഹിനെ കുറിച്ച് നല്ല പഠനങ്ങൾ, അതിൻ്റെ നാമത്തെക്കുറിച്ച്, അതുപോലെ അതിൻ്റെ ആ ഗ്രന്ഥത്തെക്കുറിച്ചൊക്കെയുള്ള കൂടുതലായി പല പുതിയ അറിവുകൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് 100 കണക്കിന് രചനകൾ അവിടുത്തെ നജാത്തിനെ കുറിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ. അതിൽ നമ്മുടെ കേരളീയ സംഭാവനയായ വിഷയത്തിൽ മാത്രമായി പ്രധാനപ്പെട്ട പല സംശയങ്ങൾക്കും ഇതിൽ മറുപടി ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നെല്ലിക്കുത്ത് ഷെയ്ഖുൽ ഹദീസ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഉസ്താദ് അവറുകളുടെ മിർആത്തുൽ മിഷ്കാത്ത് 8 വാള്യങ്ങളിലായി ശാഫിഈ മദ്ഹബ് അടിസ്ഥാനപ്പെടുത്തി വിവിധ ഭാഗങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് ഹദീസിനെ വിശദീകരിക്കുന്ന ഒരു വേള നമ്മുടെ ഒരു സുന്നി പ്ലാറ്റ്ഫോമിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ വരെ പ്രകീർത്തിച്ച ഒരു ഗ്രന്ഥമാണ് മിർആത്തുൽ മിഷ്കാത്ത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് രചിച്ച അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞു മഖാസിദുൻ നിക്കാഹിനെ കുറിച്ച് വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ അതിനെക്കുറിച്ചൊക്കെ വിശദമായ പഠനം, അത് ഉമർ ഖാദി തങ്ങളുടെ അതാണെന്നും അതല്ല എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില കയ്യെഴുത്ത് പ്രതിയെക്കുറിച്ച് അതൊക്കെ വിവരണങ്ങൾ ഇവിടെ താലിമുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മഖാസിദുൻ നിക്കാഹിന്റെ നാമം മിഫ്താഹുൽ ഫലാഹ് ഫി മഖാസിദുൻ നിക്കാഹ് എന്നാണ് അതിൻ്റെ പരിപൂർണ നാമം എന്നൊക്കെ. അതുപോലെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഫത്തുഹുൽ മൊയ്ൻ ഇർഷാദുൽ ഇബാദ് പോലെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മഖ്ദൂം സഗീർ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച അൽ അജീബത്തുൽ അജീബ, അഥവാ മഹാനവറുകളുടെ 10 പ്രധാന ഗുരുക്കന്മാരെ നേരിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ വരുന്ന പല മസാലകളും ഹൈലൈറ്റ് ചെയ്ത് മഹാനവറുകൾ ചോദ്യങ്ങൾ ഉന്നയിച്ച് അവർ അതിന് മറുപടി നൽകിയ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് ഇതിന്റെ തുടക്കത്തിൽ മഖ്ദൂം തങ്ങൾ അവരുടെ ഉപ്പ മുഹമ്മദുൽ ഗസാലി എന്നവരാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അത് വളരെ ഒരു ആധികാരിക സൂചന കൂടിയാണ്, കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതുപോലെ പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും പരാമർശങ്ങളും ചർച്ചകളും നമുക്കിവിടെ കാണാം. എല്ലാം ഹ്രസ്വമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മമ്പുറം തങ്ങളുടെ മകൻ ഫളുൽ തങ്ങൾ രചിച്ച ഇഖ്ദുൽ ഫറായിദ് എന്ന ഗ്രന്ഥം, ഇത് പ്രിന്റഡ് ആണ് ഗ്രന്ഥം, എന്നിരുന്നാലും പ്രാധാന്യമർഹിക്കുന്ന വളരെ പ്രസക്തമായ ചർച്ചയാണ് അതിലുള്ളത്. സ്ത്രീകളുടെ സാമൂഹിക ഇടപെടൽ, സ്ത്രീ രംഗപ്രവേശം, ഇതൊക്കെ ലളിതമായി സമർത്ഥിക്കുന്ന ധാരാളം വിവിധ മദ്ഹബുകളിൽ വിവിധ പണ്ഡിതന്മാരുടെ ചർച്ചകൾ ഉൾക്കൊള്ളിക്കുന്ന ഗ്രന്ഥം. ഇപ്പൊ ഈ പറയപ്പെട്ടതൊക്കെ ചെറിയ സൂചനകൾ മാത്രമാണ്. വിവിധ നമ്മുടെ കേരളീയ പണ്ഡിതന്മാരുടെ പൗരാണികമായ തുറാസിയായ രചനകളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇനിയും നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ട പല ഗ്രന്ഥങ്ങളുമുണ്ട് എന്നൊക്കെ രീതിയിൽ വലിയ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ളൊരു സൂചനകൾ മാത്രമാണ് നൽകപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് വിശദമായ പഠനങ്ങളിലേക്കും നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്തപ്പെട്ടത് പുനഃപ്രസിദ്ധീകരിക്കുന്നതിലേക്കും കൂടുതൽ തഹ്കീക്കുകൾ, ടിപ്പണികളൊക്കെ നൽകി കയ്യെഴുത്ത് പ്രതികൾ താരതമ്യപ്പെടുത്തിയൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. സമകാലികരും മുൻഗാമികളുമായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ, കേരളീയ പണ്ഡിതന്മാർ വിവിധ വിഷയങ്ങളിൽ ഇടപെടുകയും ആധികാരികമായിട്ടുള്ള രചനകൾ നടത്തുകയും ചെയ്തതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ നാം കേട്ടിട്ടുള്ളത്. ഇത്തരം കിതാബുകൾ, കേരളീയ പണ്ഡിതന്മാരുടെ രചനകൾ നമ്മുടെ മുത്താലയുടെ ഭാഗമായിട്ട്
നമ്മുടെ റീഡിംഗ് ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വിശദീകരണമാണ് നാം ഇതുവരെ നടത്തിയിട്ടുള്ളത്.